എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബറെ പറ്റിയിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് തൊപ്പിയുടെയൊക്കെ വീടിൽ നിന്നോ അവരുടെ പക്കൽ നിന്നും രാസലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തുവെന്നും ആ കൂട്ടത്തിൽ പിടിച്ചെടുത്തവരുടെ കൂട്ടത്തിൽ ആ സമയത്ത് ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് തൊപ്പിയെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പല യൂട്യൂബർമാരും പറയുന്നുണ്ടായിരുന്നു തൊപ്പിയെ പറ്റിയിട്ട്. തൊപ്പി തെറ്റൊന്നും ചെയ്തിട്ടില്ല, തൊപ്പി ഒരു ആവശ്യവും ഇല്ലാതെയാണ് തൊപ്പി ഒളിവിൽ പോയത്, അയാളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നവുമില്ല. പോലീസുമായിട്ട് അന്വേഷിച്ചപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിയുടെ ഭാഗത്തു നിന്ന് തെറ്റൊന്നുമില്ല, അയാളുടെ പേരിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യത്തിന് ശ്രമിക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പോലീസുമായിട്ട് നമ്മുടെ ഖാദർ കരിപ്പടി സംസാരിക്കുന്ന വോയിസും നമ്മൾ കേട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് മറ്റൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് വിശദമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൊപ്പിക്ക് കുരുക്ക് മുറുകുന്നു എന്നും പറഞ്ഞിട്ടാണ് അന്വേഷണം ഹവാല ഇടപാടിലേക്ക് എന്നും പറഞ്ഞുള്ള തമ്പനയിൽ വഴി ഒക്കെ ഇട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. വയ്യ എനിക്ക്. യൂട്യൂബർ തൊപ്പിക്ക് കുരുക്ക് മുറുകുകയാണ്. മയക്കുമരുന്ന് കേസിന് പിന്നാലെ അന്വേഷണം ഹവാല ഇടപാടുകളിലേക്കും കടക്കുകയാണ്. ഹവാല ഇടപാടുകളിലൂടെ ലഭിക്കുന്ന പണം രാസലഹരി വാങ്ങാൻ ഉപയോഗിച്ചു എന്നതാണ് സംശയം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ തൊപ്പിക്ക് മുന്നിൽ കുരുക്ക് മുറുകുകയാണ്. എന്താണ് പോലീസിന്റെ നിഗമനങ്ങൾ എങ്ങനെയാണ്? സത്യത്തെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് പാലാരിവട്ടം പോലീസിനോട് ഹൈക്കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയത്. ഇതുമായി മാത്രമല്ല, ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ കൃത്യമായി പോലീസ് എടുത്ത് പറയുന്നത്, ഈ കേസിൽ തൊപ്പി പ്രതിയല്ല, തൊപ്പി എന്ന നിഹാദ് പ്രതിയല്ല എന്ന് തന്നെയാണ് പാലാരിവട്ടം പോലീസ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത്. അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും തൊപ്പിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള അനുമതി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കോടതിയിൽ പോലീസ് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസ് തൊപ്പിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടുതൽ ഇടപാടുകൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ വളപട്ടണത്ത് ഒരു മാസം 1 കോടിയിലധികം രൂപ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഹവാലയിലൂടെ പണം മാറുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ഈ പണം രാസലഹരിക്കായി ഉപയോഗിക്കുന്നു എന്നൊരു സംശയം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ കൂടുതൽ ഇടപാടുകൾ ഹവാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. ഈ സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് തമ്മനത്തെ താമസ സ്ഥലത്തു നിന്നും തൊപ്പിയുടെ ഡ്രൈവർ ജാബിന്റെ കയ്യിൽ നിന്നും MDMA പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് തൊപ്പിയും 3 വനിതാ സുഹൃത്തുക്കളും ഒളിവിൽ പോയി. മാത്രമല്ല, അറസ്റ്റിനെ ഭയന്ന് മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തൊപ്പിയെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയനാക്കണം, കൂടുതൽ അന്വേഷണം തൊപ്പിയുമായി ബന്ധപ്പെട്ട് വേണം. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്നത്. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമാണോ ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെ രാസലഹരി വാങ്ങാനായി ഉപയോഗിക്കുന്നത് എന്നൊരു സംശയം ഉണ്ട് എന്ന് പറയുന്നത്. അതേസമയം തൊപ്പി കഴിഞ്ഞ കുറച്ചു നാളുകളായി തൊപ്പി എന്ന് പറയുന്ന തന്റെ ഈ അപരനാമം ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ഉപേക്ഷിച്ചിട്ട് നിഹാദ് എന്ന സ്വന്തം വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയ ശേഷമാണ്, അതായത് തന്നെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല, പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ യൂട്യൂബ് വഴി നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നേരത്തെ തന്നെ തൊപ്പിക്കെതിരെ ഇത്തരത്തിൽ അശ്ലീല പദപ്രയോഗങ്ങളും അതുപോലെ തൊപ്പിയുടെ യൂട്യൂബിന്റെ കണ്ടന്റ് ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ അശ്ലീല ചുവയോടെ കാണുന്ന തരത്തിലുള്ള കണ്ടന്റുകളാണ് യൂട്യൂബുകളിൽ ഉള്ളത്, അയാളുടെ വീഡിയോകളിൽ ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാണ്. ഇയാളെ കൂടുതൽ കുട്ടികൾ ഫോളോ ചെയ്യുന്നതിനും കുട്ടികൾ ഫോളോ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരാളെ ഇങ്ങനെ കുട്ടികൾ ഫോളോ ചെയ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള വിമർശനങ്ങളും
എന്തല്ലേ കഥ? എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇവർ വെറുതെ ഒന്നുമല്ല ഇങ്ങനെ ഇപ്പോൾ പലരും എന്നെ വിമർശിക്കാൻ വരും, തുപ്പിയുടെ ആരാധകരൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം പുറത്ത് വിട്ടിരിക്കുന്നത്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒന്നുമല്ല. ഹവാല ഇടപാടുമായിട്ട് പുള്ളിക്കാരന് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുമ്പോൾ ആളുകൾ പറയും, നിങ്ങൾ പ്രത്യേകിച്ച് എന്തിനാണ് പറയുന്നത്, ഇപ്പോൾ ന്യൂസിൽ വന്നത് കേട്ടല്ലോ, ഇനി ആ ന്യൂസ് കേട്ടതും മലയാളമാണ്, നിങ്ങൾ പറയുന്നതും മലയാളമാണ്, പിന്നെ മനസ്സിലാക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. എന്നാലും നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും സത്യം എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ, അല്ലേ? സത്യം പുറത്ത് എത്ര മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്ത് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തീർച്ചയായും ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്താണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര സുഖമില്ല കേട്ടോ. ഇന്ന് കുറച്ച് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിനുശേഷം തലയ്ക്കകത്തൊക്കെ ഭയങ്കര ഖനം, ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ്. ജലദോഷത്തിൻ്റെയൊക്കെ ഒരു ആരംഭം. മണ്ടയ്ക്കകത്തൊക്കെ തലച്ചോറിനകത്തൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വല്ലായ്മ ഉണ്ട്, എനിക്ക് വയ്യാത്തതിൻ്റെ ഒരു വല്ലായ്മ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.